നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബിഗ് ബോസ് ഇങ്ങ് എത്താറായി. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. ഒഫീഷ്യലി സെപ്റ്റംബർ, അതായത് 6-ാം തീയതിയാണ് ബിഗ് ബോസ് തുടങ്ങുന്നത്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഇത് നടക്കുന്നുണ്ട്, ഇത് നമ്മുടെ അഗ്നി പരീക്ഷയുടെ ഷൂട്ടിംഗ് ഇപ്പൊ നടക്കുന്നുണ്ട്. അതിന്റെ ടെലികാസ്റ്റ് ഈ അടുത്ത മാസം 15-ാം തീയതി, ഓഗസ്റ്റ് മാസം 15-ാം തീയതി അതിന്റെ ടെലികാസ്റ്റ് തുടങ്ങും എന്നുള്ളതാണ്. ഏതാണ്ട് 10-21 എപ്പിസോഡുള്ള ഒരു ടെലികാസ്റ്റ് ആണ്. അതായത് ഈ പറയുന്ന അഗ്നി പരീക്ഷ കഴിഞ്ഞ് ഒന്നോ അടുത്ത ദിവസമോ അതിന്റെ അടുത്ത ദിവസമോ ബിഗ് ബോസ്, ഒറിജിനൽ ബിഗ് ബോസ് തുടങ്ങുമെന്നുള്ളതാണ്. ഈ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കോമണേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കോമണേഴ്സസ് പ്ലസ് ഈ പറയുന്ന സെലിബ്രിറ്റീസ് ആയിരിക്കും, അതുപോലെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ആണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. അതുമല്ല, കോമണേഴ്സ് ജയിക്കാനുള്ള ചാൻസ് ആണ് ഈ വട്ടം ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ്. പിന്നെ പറയാൻ പറ്റത്തില്ല ഏത് തരത്തിലുള്ള കോമണർ ആണ് അവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് അഗ്നി പരീക്ഷ വഴി കണ്ട് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഈ പ്രാവശ്യം നമ്മൾ ഇടാൻ പോകുന്ന പ്രഡിഷൻ ലിസ്റ്റാണ്. ഏതാണ്ട് ഇതിന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കുറെ കക്ഷികളുണ്ട്. ഒരു 70% ഒക്കെ ഉറപ്പിക്കാൻ പറ്റുന്ന. കാരണം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം, ഈ പറയുന്ന കക്ഷികൾക്ക് ആർക്കും തന്നെ കൺഫർമേഷൻ പോയിട്ടില്ല എന്നുള്ളതാണ്. ആർക്കും കൺഫർമേഷൻ പോയിട്ടില്ല എന്നുള്ളതാണ് അറിവ്. വലിയ സെലിബ്രിറ്റീസ് ആണെങ്കിൽ അവർക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവാം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കുറെ സോഷ്യൽ മീഡിയ താരങ്ങളും സെലിബ്രിറ്റീസും ഉണ്ട്. ഓക്കെ, ഇവർക്ക് ആർക്കും കൺഫർമേഷൻ പോയിട്ടില്ല. ഇവർക്കെല്ലാം രണ്ടാമത്തെ അവസാന ഇന്റർവ്യൂ വരെ കഴിഞ്ഞു നിൽക്കുന്ന ആളുകളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്രാവശ്യം ഈ പറയുന്ന പലരും ചോദിക്കുന്നുണ്ട്, ഈ എന്താണ് ഇപ്പം രണ്ടാമത്തെ ഇന്റർവ്യൂ എല്ലാവരും നിർത്തിവെച്ചു, അതായത് സെലിബ്രിറ്റീസിന്റെ എടുക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ നിർത്തിവെച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞത് കുറെ പേരെയൊക്കെ ഇപ്പം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. വീണ്ടും ഇന്റർവ്യൂസ് കാണും. അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവർ വിഷമിക്കേണ്ടവരെ നിങ്ങളെ വീണ്ടും വിളിച്ചുകൊള്ളും എന്നുള്ളതാണ്. കാരണം എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, ഈ പ്രാവശ്യം അവർക്ക് ഒരു 10-16 പേര് മതി. ബാക്കി 5-6 പേര് ഈ പറയുന്ന കോമണറാണ് വരുന്നത് എന്നുള്ളതാണ്. അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഒരു കോമണറല്ലേ വരുള്ളൂ, ബാക്കി 10-20 പേരെ അവർക്ക് ഇന്റർവ്യൂ ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് പ്രഡിഷൻ ലിസ്റ്റിലേക്ക് പോയി. ഈ വട്ടം മുട്ടൻ അടിയാവാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം വൈരികളെ, അതായത് സ്ഥിരമായിട്ട് നിന്ന് വാളെടുത്ത് വെട്ടുന്ന പലരെയും ഇതിനകത്ത് കൊണ്ടിടുന്നുണ്ട് എന്നുള്ളതാണ്. പലരെയും കൊണ്ട് ഇതിനകത്ത്, അതായത് ബിഗ് ബോസിനകത്ത് കിടന്ന് അടി കൂടട്ടെ എന്നുള്ളത്. അതിലെ മെയിൻ ആളാണ് ജാസി. നമ്മുടെ ജാസി അറിയാലോ, നമ്മുടെ ട്രാൻസ്ജെൻഡർ കണ്ടല്ലോ, ഇതറിയാലോ, ഇങ്ങനെ വയ്ക്കല്ലേ, കാണാമോ? ട്രാൻസ്ജെൻഡർ ജാസി ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നു. ഓക്കെ, കാരണം ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് തരികിടകൾ കാണിച്ചു. ഞാൻ വെച്ച് കെട്ടിയെന്നോ, അറുത്തിട്ടെന്നോ, വീണ്ടും വെച്ചെന്നോ, സിലിക്കോണെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പ്രശ്നമുണ്ട്. അതിന്റെ ഫലം ഉണ്ടാക്കിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു ചലനം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ജാസി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ജാസിയുടെ തന്നെ സ്ഥിരം വൈരി, സ്ഥിരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കിടന്ന് അടിക്കുന്ന ഒരു കക്ഷിയുണ്ട്, ബൈജു. ഈ കക്ഷി നിങ്ങൾക്ക് അറിയാമോ? ബൈജുസ് ബ്ലോഗ് എന്ന് പറയുന്ന അതിന്റെ ഇൻസ്റ്റാഗ്രാം, പുള്ളിയും ഈ പറയുന്ന എന്താണ് ഒരു സോഷ്യൽ മീഡിയ താരമാണ്. അപ്പോൾ ഈ പുള്ളി അതിനകത്ത് ഉണ്ടാകും എന്നത്. ജാസിയും ഈ പുള്ളിയും കീരിയും പാമ്പും പോലെയാണ്. എപ്പം നോക്കിയാലും അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ജാസിയെ ഉടുക്കുന്ന ഒരു കക്ഷിയാണ്. വളരെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും വളരെ നല്ല രീതിയിൽ ഹാസ്യം കൈകാര്യം ചെയ്യാനും പിന്നെ ഹ്യൂമർ പറയാനൊക്കെ കഴിവുള്ള ഒരാളാണ്. വന്നു കഴിഞ്ഞാൽ ജാസി ആയിക്കോട്ടെ നല്ല കണ്ടന്റ് കിട്ടുന്ന ഒരു മാറ്റമില്ല. നമുക്ക് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം, അത് ബിഗ് ബോസിന് പുറത്താണ്. ബിഗ് ബോസിനകത്ത് വന്നാൽ നമുക്ക് കണ്ടന്റ് ആണ് വലുത് എന്നുള്ളത്. അതുപോലെ ഈ ബൈജു നല്ല രീതിയിൽ കണ്ടന്റ് തരും, വാഴയായിട്ട് ഇരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഹെലനോസ് പാട്ടയുടെ പേരും പറയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഹെലനോസ് പാട്ട വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത പേര് ലക്ഷ്മി നക്ഷത്ര. നിങ്ങൾക്കറിയാമോ? ലക്ഷ്മി നക്ഷത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലക്ഷ്മി നക്ഷത്രം വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അടുത്തത് റോഹൻ ലോണ. അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏതാണ്ട് അങ്ങ് അറ്റം വരെ എത്തി. കിട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നിട്ടാണ് നമ്മുടെ താറാവ് ശാരിക എടുത്തത്. ഈ റോഹനെ മാറ്റിക്കൊണ്ടാണ് താറാവിന്. അന്ന് ഞാൻ വീഡിയോ ഇട്ട് പറഞ്ഞു, റോഹൻ വന്നിരുന്നെങ്കിൽ കുറച്ച് കണ്ടന്റ് കിട്ടുക. റോഹനായിരുന്നു സംസാരിക്കാൻ കഴിവുള്ള, നമുക്ക് കണ്ടന്റ് തരാൻ പിന്നീട് കെൽപ്പുള്ള ഒരു ഫൈനലിസ്റ്റ് ഒക്കെ ആവാൻ പിന്നെ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് റോഹൻ വന്നാൽ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത പിന്നെ ആരാളുള്ളത്? ഗൗരി ഉണ്ണിമായ. ഈ കക്ഷി അറിയാമല്ലോ, ഗൗരി ഉണ്ണിമായ. അതായത് നമ്മുടെ ഉപ്പും മുളകും ഫെയിം. ഇപ്പൊ ഉപ്പും മുളകിന്നൊക്കെ മാറി
ഗൗരി ഉണ്ണിമായ വരാനുള്ള ചാൻസുകൾ ഉണ്ടെന്ന് പറയുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത വന്നിട്ട് പിന്നെ വന്നിട്ട് ഒരു പ്രശസ്ത താരമുണ്ട്, എനിക്ക് പറയാൻ മറന്നുപോയി, ഞാൻ പറഞ്ഞുതരാം. വിവാദ നായികയായ റിനി. ഈ റിനിയെ നിങ്ങൾക്ക് അറിയാമോ? ഈ സാധനം, അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ചൂഷണത്തിന് പരാതി കൊടുത്ത, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുകയായിരുന്ന ഭയങ്കര വിവാദ നായിക റിനി വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെയാണ്, ഈ റിനി വന്നാലും കഠിനമായിട്ട് കണ്ടന്റ് കിട്ടും എന്നുള്ളത്. അതിന്റെ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെയും കൂടി കൊണ്ടിട്ടിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിച്ച് പിരിക്കണ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടൻ വരാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടം വരാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ റിനി ഉണ്ടാവും. അപ്പൊ ഏതാണ്ട് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നു തോന്നുന്നു, ഈ റിനിയൊക്കെ ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ആരും കൺഫർമേഷൻ പോയിട്ടുള്ള ലിസ്റ്റുകളല്ല, പക്ഷേ ഇവർക്കൊക്കെ ഇന്റർവ്യൂസ് കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിനിയുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഏതാണ്ട് ഒരു 99 അല്ലെങ്കിൽ 100% വരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കക്ഷികളാണ്. ഓക്കെ, ഈ പറയുന്ന റിനിയൊക്കെ. അടുത്ത നമ്മുടെ സിദ്ധാർത്ഥ് പിന്നീട് പ്രഭു, നമുക്കറിയാമല്ലോ, ഉപ്പുമുളക് ഫയമായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു. ഇതിനിടയിൽ വെള്ളമടിച്ച് പിറ്റായിക്കൊണ്ട് റോഡിൽ ഇടിച്ചൊരു പാവത്തിന് കൊന്നേക്ക് ചെയ്തില്ലേ. അതിനുശേഷം വൈറലായി. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പ്രഭു വരാനുള്ള ചാൻസസ് വളരെ 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 കൂടുതലാണ് എന്നുള്ളതാണ്. സിദ്ധാർത്ഥ് പ്രഭു. പിന്നെയുള്ളത് ഈ കക്ഷി എന്നൊക്കെ അറിയാമോ? ബബിത ബബി എന്നാണ് പേര്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഏതാണ്ട് അങ്ങ് തുമ്പ് വരെ എത്തിയ സാധനമാണ്. ബൈജുവും, എനിക്ക് തോന്നുന്നു ബൈജൂസ് ബ്ലോഗിലെ ബൈജുവും കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഉണ്ടാവുമെന്ന് നമുക്കൊരു 90% ഉറപ്പിച്ച് അവസാന ഘട്ടത്തിൽ തട്ടിപ്പോയതാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ബബിത ബബി. വളരെ ഹ്യൂമറസ് ആയിട്ട് റീൽ ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ 2 മക്കളുണ്ട്, ഭർത്താവില്ല എന്തോ ആണെന്ന് തോന്നുന്നു. എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു താരമാണ്. എപ്പോൾ നോക്കിയാലും ഇവളുടെ റീലല്ലാതെ കാണാം. എപ്പോൾ ഞാൻ അവളെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഇവളുടെ റീലാണ് എന്നുള്ളതാണ്. ഞാൻ കണ്ട് ഞാൻ എടുത്തത്. അതുകൊണ്ട് ബബിത ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളെ കൊണ്ട് തെറി വിളിപ്പിക്കില്ലേ എന്നുള്ളതാണ്. എങ്കിൽ മോൾ എന്നെ തെറി വിളിക്കും, എന്തായാലും വിളിക്കാനുള്ളതാണെങ്കിൽ നമ്മൾ വിളിച്ചേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ ബബിത ബബി ഉണ്ടാകും എന്നറിയുന്നു. ഓക്കെ, ഇനി അടുത്ത അമൃത നായർ. ഇതാണെന്ന് തോന്നുന്നു അമൃത നായർ. ഇതും കുടുംബ വിളക്ക് ഏതിലും ഉള്ളതാണ്, നിങ്ങൾക്ക് അറിയാലോ, സീരിയലിലൊക്കെ അറിയാവുന്ന അമൃത നായർ. ഈ പെൺകുട്ടി ഉണ്ടാകുമെന്ന് പറയുന്നു. അറിയത്തില്ല, വല്ല അങ്ങനെ നമ്മളെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് തരാനുള്ള ഉദ്ദേശം പിന്നെ അത് തോന്നുന്നില്ല. വല്ല ലവ് അഫെയർ, വല്ല ഒരു ലൈൻ വലിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടന്റ് കിട്ടും. അല്ലാതെ എനിക്ക് കണ്ടിട്ട് അവരുടെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വളരെ കൂളായിട്ട് വളരെ ഒരു എന്താ പറയുന്നത്, ആ രീതിയിലുള്ള ഒരു മാസ് കണ്ടന്റ് തരാനുള്ള ചാൻസസ് ഇല്ല. വേണമെങ്കിൽ ഒരു പ്രേമം വേണമെങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. അതിനുള്ള ആ ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതായി. ഇനി ആരാ ഉള്ളത്? എല്ലാ സീസണിലും പറയുന്ന ഒരു സാധനം ശ്രീലക്ഷ്മി അറക്കൽ. ഇതിന്റെയും ഇന്റർവ്യൂ കഴിഞ്ഞെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ എടുക്കൂ എന്നുള്ളതിന് എനിക്ക് ഒരു ഉറപ്പുമില്ല എന്നുള്ളതാണ്. കാരണം മോഹൻലാൽ അവരെ തന്തയ്ക്ക് വിളിച്ചോണ്ടിരിക്കുക, ഇവിടെ എങ്ങനെ ചെന്ന് എടുക്കുമെന്നുള്ളത് ലാലേട്ടന് പിന്നെ അതൊന്നും ഒരു വിഷയമില്ല എന്നാത്തത് കൊണ്ട് എടുക്കുമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയാം ദാസേട്ടൻ കോഴിക്കോട്. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, ഇൻഫ്ലുവൻസർ ആണ്, സോഷ്യൽ മീഡിയ താരമാണ്. അപ്പോൾ ദാസേട്ടൻ കോഴിക്കോടും വരാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. നമ്മൾ മുമ്പ് 2 വർഷം മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഈ പ്രാവശ്യം വരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ളതാണ്. പിന്നെ അറിയാലോ, ഇതേത് മൗനരാഗല്ലേ, മൗനരാഗത്തിലെ ഐശ്വര്യ റംസായി, നമ്മുടെ പിന്നീട് ഈ പറഞ്ഞതുപോലെ എന്താണ് ഊമ പെണ്ണാട്ടൊക്കെ അഭിനയിച്ചു. ഇപ്പം ഭയങ്കര ഹിറ്റായി. ഇപ്പം അത് കഴിഞ്ഞല്ലോ, ഈ മൗനരാഗം കഴിഞ്ഞല്ലോ. അപ്പൊ മൗനരാഗത്തിലെ ഐശ്വര്യ റംസായി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ആർജെ മാത്തുക്കുട്ടി, നമുക്കറിയാമല്ലോ, പിന്നെ ആർജെ ആണ് മാത്തുക്കുട്ടി വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഏതാണ്ട് എല്ലാരെയും പറഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അറിയില്ലുണ്ടോ പറയാൻ വേണ്ടിയിട്ട്? ഓക്കെ, വേണമെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. ജാസി, നമ്മുടെ ബൈജു. ഓക്കെ, ബൈജു നല്ല കാലിബറുള്ള കക്ഷിയാണ് കേട്ടോ. അടുത്ത നമ്മുടെ ലക്ഷ്മി നക്ഷത്ര, രോഹൻ ലോണ. അടുത്ത ഈ കുട്ടിയുടെ പേരെന്താണ്, ഗൗരി ഉണ്ണിമായ. ഓക്കെ, മത്തുക്കുട്ടി. ഓക്കെ, പിന്നീട് എന്താ ഐശ്വര്യ റംസായി. ഓക്കെ, ദാസേട്ടൻ കോഴിക്കോട്, ശ്രീലക്ഷ്മി അറക്കൽ, പിന്നീട് അമൃത നായർ, then ബബിത ബബി, then സിദ്ധാർത്ഥ് പ്രഭു, നമ്മുടെ റിനി
നമ്മുടെ സൗന്ദര്യ റാണി റിനി ഒക്കെ. അപ്പൊ ഇത്രയും പേരാണ് അല്ലെ, ഇത്രയും പേരാണ് വരാനുള്ള ചാൻസസ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളത്. പിന്നെ കുറെ പേര് കൂടി ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ അടുത്ത പ്രൊഡിക്ഷൻ ലിസ്റ്റിലേക്ക് ഇടാം. എന്തായാലും ഈ വട്ടം നമ്മുടെ ഈ ഒരു സംഭവം കണ്ടിട്ട് അല്ലെങ്കിൽ പ്രൊഡിക്ഷൻ ലിസ്റ്റ് കണ്ടിട്ട് നമുക്ക് ഇത്തിരി കൂടി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളെ അപേക്ഷിച്ച് കുറച്ചുകൂടി കിടിലമായിരിക്കും ഈ വട്ടത്തെ ഒരു ബിഗ് ബോസ് 8 എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് അടി പ്രതീക്ഷിക്കും. കാരണം പുറത്ത് കിടന്ന് വാളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും വെട്ടുന്ന പലരെയും ഇതിനകത്ത് കൊണ്ട് ഒരു കുടക്കീഴിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോ കൂടുതൽ അങ്ങനെ പലപ്പോഴായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് അമ്മയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്ന പലരെയും ഇതുപോലെ ബിഗ് ബോസിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ വന്ന് ആ ഒരു തെറിയോ അടിയോ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവരൊക്കെ ജോയിന്റ് ആവാനാണ് ചാൻസസ് കൂടുതൽ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു പ്രൊഡിക്ഷൻ ലിസ്റ്റോട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.